ശ്രീ ജയസൂര്യൻ. ഇരുമ്പിൽ കടിച്ച് പല്ല് കളയുക എന്നൊരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഗവർണർ നടപ്പാക്കില്ല എന്നുറപ്പുള്ള ഒരു സർക്കുലർ ഈ കോളേജുകളിൽ നടപ്പാക്കാനായി കൊടുത്ത് തിരിച്ചടി സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു. അങ്ങനെയല്ല നമ്മളിതിനെ കാണുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയമായിട്ടുള്ള വികാരങ്ങൾക്ക് എതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുൻതൂക്കമുള്ള ഭരണമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ഈ തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഗവർണർ മുന്നോട്ട് വെച്ച കാര്യം ഇന്ത്യയിലെ വളരെയേറെ പ്രസക്തമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇന്നിപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുന്നല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ തയ്യാറായത് തന്നെ അതിൻ്റെ വൻ വിജയമാണ്. യൂണിവേഴ്സിറ്റി ഭരിക്കുന്ന ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ അവരെ പിന്തുണയ്ക്കുന്ന വലതുപക്ഷത്തിനും ഇക്കാര്യത്തിൽ അവരുടേതായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് അതിനെ പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് അഭിമാനിക്കാമെങ്കിലും ഈ വിഷയം കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ് നമ്മളിപ്പോൾ ഈ നടത്തുന്ന ചർച്ച. ഇങ്ങനെ ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണല്ലോ. ഇവിടെ ഇപ്പോ വിഭജനം, ഇന്ത്യ വിഭജനം ഈ രാജ്യത്തെ സംബന്ധിച്ച ചരിത്രത്തിലെ ഏറ്റവും രക്തച്ചൊരിച്ചിൽ ഉണ്ടായിട്ടുള്ള മോശം ചരിത്രമാണ്. അപ്പോ മുറിവുകൾ ഉണങ്ങുക, മുറിവുകൾ മറക്കുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ ചെയ്യേണ്ട ഒരു കാര്യം. ആ മുറിവുകൾ ഉണങ്ങാതിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഇങ്ങനെ ഒരു ആചരണത്തിന് മേൽ ഒരു പക്ഷേ ഉണ്ടാകാം. ഇവിടെ കേരളം എന്ന് പറഞ്ഞാൽ വളരെ സമാധാനപൂർവ്വം ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സാമുദായികമായും മതപരമായും ഒക്കെ ശാന്തിയുള്ള വളരെ സമാധാനമുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്ന് ഇങ്ങനെ ഡിവിസീവായ പഴയ ചില ഓർമ്മകളെ ഉണർത്തുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് സംശയാസ്പദമാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ കേരളത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം അതിനെ എതിർക്കുകയും സർക്കാർ ഒരു കാരണവശാലും ഇത് ആചരിക്കരുത് എന്ന് സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ല. ഇത് ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയെയോ വിഭജനത്തെയോ ഓർമ്മിപ്പിക്കുകയും അത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള അരങ്ങൊരുക്കലേ അല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നിടത്താണ് അപകടം. എന്തിനാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? നമ്മുടെ ചരിത്രത്തിൽ സംഭവിച്ച ഒരു യാഥാർത്ഥ്യം വീണ്ടും ഉണ്ടാവാതിരിക്കണം. ഈ രാജ്യത്ത് വിഘടനത്തിൻ്റെതായിട്ടുള്ള വിഭജനത്തിൻ്റെതായിട്ടുള്ള ദുഃഖങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കണം. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട്. ചരിത്രം മുഴുവൻ വിസ്മരിക്കപ്പെടാനുള്ളതല്ല എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഇനിയൊരു വിഭജനം ഉണ്ടാവാത്ത വിധത്തിൽ, വ്യത്യസ്തത ഉണ്ടാവാത്ത വിധത്തിൽ തികഞ്ഞ ഐക്യത്തോടെ മുന്നോട്ട് പോകേണ്ടത് രാജ്യത്തെ ഓരോ പൗരൻ്റെയും ചുമതലയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരം പഠിപ്പിക്കേണ്ടല്ലോ. സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിരോധിച്ച് കളയാമല്ലോ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ പ്രസക്തമായി ഇനിയും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. നമുക്കറിയാം ഖലിസ്ഥാൻ പോലെയുള്ള വിഘടനവാദങ്ങൾ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നത് ദേശീയ ഐക്യം ഉറപ്പിക്കാനാണല്ലോ, ദേശീയ ഐക്യത്തിന് ഘടകവിരുദ്ധമായ ഓർമ്മകൾ ഉണർത്താനല്ലോ. കട്ടിംഗ് സൗത്ത് പോലെയുള്ള ചർച്ചകളും ചിന്തകളും കട്ടിംഗ് സൗത്ത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. പശ്ചാത്തലത്തിൽ ശരി.